ഹലോ, ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. മഹാനായ എഴുത്തുകാരനെ എല്ലാവരും ഓർക്കുന്ന ഈ ദിവസം ജൂലൈ 5 എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് ബഷീർ കൃതികൾ തന്നെയാണ്. ആദ്യമായിട്ട് ഞാൻ വായിച്ചു തുടങ്ങുന്നത് മലയാള പാഠപുസ്തകങ്ങളുടെ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഭൂമിയുടെ അവകാശികൾ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലൊന്നാണ് പാത്തുമ്മയുടെ ആട്. അത് 10ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് ആയിരുന്നു. അപ്പം എൻ്റെ ആ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടാവും. നമ്മളോട് വീട്ടിൽ നിന്നൊക്കെ പഠിക്കാൻ നിർബന്ധിക്കുമ്പോൾ വളരെ ഉത്തമരായ വിദ്യാർത്ഥികളായിട്ട് നമ്മൾ എപ്പോഴും ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്ന ഒരു പുസ്തകമാണ് പാത്തുമ്മയുടെ ആട്. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മലയാളം സെക്കൻഡ് എടുത്തിരുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാമനാഥൻ മാഷായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും ഇൻവോൾവ് അല്ലാതെ ആ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. അത്രത്തോളം നമ്മളെ ആ കഥയുടെ ഉള്ളിലൂടെ കൊണ്ടുപോകുന്ന രീതിയിലാണ് അദ്ദേഹം ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ബഷീർ കൃതികളോട് അത്രയോ ഇഷ്ടം തോന്നാനായിട്ട്. ഞാൻ കുറേ നാളുകളായിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഞാൻ ആലോചിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ബഷീറിനെ കുറിച്ച് ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം നമ്മൾക്ക് ഇത്രയും മനോഹരമായ, അല്ലെങ്കിൽ നമ്മളെ രസിപ്പിച്ച, നമ്മളെ ചിന്തിപ്പിച്ച, നമ്മൾ ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച കഥകളും കൃതികളും ഒക്കെ സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ അതിനേക്കാൾ അത്ഭുതമാണ്. ഒരു വാണ്ടറർ എന്നൊക്കെ പറയാം. ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം ജീവിച്ചതല്ലേ. ഒരു എഴുത്തുകാരനാവുന്നതിന് മുമ്പ് മിഡിൽ ഈസ്റ്റിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ബഹ്റിൻ, യമൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. അതുമാത്രമല്ല, ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് അല്ലെങ്കിൽ പാചകക്കാരനായിട്ട് പല ബേക്കറികളിലൊക്കെ അദ്ദേഹം ജോലി ചെയ്തു എന്നൊക്കെ നമ്മൾ വായിച്ചു. പിന്നെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിന് മനസ്സിൻ്റെ താളം തെറ്റി മെന്റൽ കഴിഞ്ഞതായും നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യായുസ്സിൽ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ തരം അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയതല്ലേ. അതുകൊണ്ട് തന്നെ ആയിരിക്കും പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിന് എഴുതാനും സാധിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ ഈ ദിവസം സ്നേഹത്തോടെ ഓർക്കുകയാണ്. അപ്പോൾ ഞാനും ഇടയ്ക്ക് ഇതുപോലെ മറ്റ് ചില വിഷയങ്ങളും ടോപ്പിക്കുകളൊക്കെ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ കാണാം.